ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ലൈൻ ഉപയോഗിച്ച് എങ്ങനെ റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കിയായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്കുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് അടുത്തൊരു പാർട്ടാണ് റിലേറ്റീവ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിലേറ്റീവ് പോളാർ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് പോയിന്റിനിടയിലുള്ള ഡിസ്റ്റൻസും അത് എത്ര ഡിഗ്രി ഹൊറിസോണ്ടലിൽ നിന്ന് എത്ര ഡിഗ്രി എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എങ്ങനെ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ദാണ്ട് ഈ ഒരു ഫിഗർ എനിക്ക് ഈ ഫിഗറിന്റെ ഓരോ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ലൈൻ വേണമെങ്കിൽ L എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ട് നമ്മളിപ്പം അടുത്ത പോയിന്റ് ബി എന്ന് പറഞ്ഞ, ഞാൻ കൊടുത്ത എ എന്ന് എടുക്കുവാണെങ്കിൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അറ്റ് 30 ആംഗിൾ 0 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പം നാട്ടിൽ ഇവിടെ 30 ആംഗിൾ 0 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി അടുത്ത പോയിന്റ് കൊടുത്തു, അറ്റ് 10 ആംഗിൾ 90 എന്ന് കൊടുത്തു. അടുത്ത പോയിന്റ് അറ്റ് 10 ആംഗിൾ 180 എന്ന് കൊടുത്തു. അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് പോയി. ഇനി അടുത്തത് അറ്റ് 10 ആംഗിൾ 90 എന്ന് കൊടുത്തു, നേരെ മണ്ടയ്ക്കോട്ട് വന്നു. ഇനി അടുത്തത് അറ്റ് 10 ആംഗിൾ 0 എന്ന് കൊടുത്തു. അപ്പോൾ അത് റൈറ്റിലേക്ക് വന്നു, ആ ഒരു ഐ ഷേപ്പ് പോലെ വരുന്നുണ്ട്. ഇനി അടുത്തത് അറ്റ് 10 ആംഗിൾ 90. അടുത്ത പോയിന്റ് അറ്റ് 30 ആംഗിൾ 180. അടുത്ത പോയിന്റ് അറ്റ് 10 ആംഗിൾ 270 എന്ന് കൊടുത്തു. ഇനി ജെ എന്ന് പറഞ്ഞ പോയിന്റ് അറ്റ് 10 ആംഗിൾ 0. അടുത്ത കെ ആണ്, അറ്റ് 10 ആംഗിൾ 270 എന്നുള്ളത് കൊടുത്തു. ഇനി അടുത്ത പോയിന്റ് അറ്റ് 10 ആംഗിൾ 0 എന്ന് കൊടുത്തു. ഇനി അടുത്ത പോയിന്റ് അറ്റ് 10 ആംഗിൾ 270 കൊടുത്തു. അടുത്ത പോയിന്റ് അറ്റ് 10 ആംഗിൾ 180 കൊടുത്തു. 10 ആംഗിൾ 180. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നാട്ടിത് കണ്ടോ, ഇവിടെ ഇപ്പം നമ്മൾ ലാസ്റ്റ് കൊടുത്ത പോയിന്റ് തെറ്റിപ്പോയോണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ കൺട്രോൾ Z കൊടുത്താൽ മതി. എവിടെ വെച്ചാണോ തെറ്റിയത് ആ പോയിന്റ് വരെ പോവുക. ഇവിടെ ഇപ്പോൾ നമ്മൾ കെ വരെ കറക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അടുത്തത് അറ്റ്, നമുക്ക് L ആയിരുന്നു വേണ്ട, അറ്റ് 10 ആംഗിൾ 180 എന്ന് കൊടുത്തു, എൻ്റർ കൊടുക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് അറ്റ് 10 ആംഗിൾ 270 എന്ന് കൊടുത്തു, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന പോയിന്റ്സ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ഫിഗർ എങ്ങനെയാണോ വരേണ്ടത് ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇനി ഇതിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. എല്ലാം 10 വെച്ചിട്ടും ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസും 30 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ അത്രയും നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ഒരു യൂസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഫിഗർ വരച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് 10 കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കൊരു ചരിഞ്ഞൊരു ലൈൻ വേണം. അതായത് 20 ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഒരു 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ വേണം ഈ പോയിന്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്റ്റൻസ് ഇത്ര 20, എന്നിട്ട് ആംഗിൾ സിമ്പിൾ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ആംഗിൾ ടൈപ്പ് ചെയ്യുക, 45 എന്ന് കൊടുത്തു. അപ്പോൾ നാണ്ട് ഇതുപോലെ കിട്ടി. അപ്പോൾ ഇവിടെ ലെങ്തും ആംഗിളും ഉപയോഗിച്ചിട്ട് നമുക്ക് നേരെ സിമ്പിളായിട്ട് വരച്ച് പോകാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് മേലോട്ട് അറ്റ് ഒരു 30 ആംഗിൾ 90 എന്ന് കൊടുക്കുകയാണെങ്കിൽ 30 ഡിസ്റ്റൻസ് നേരെ മണ്ടയ്ക്കോട്ട് 90 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ നമുക്ക് വരച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഡിസ്റ്റൻസും ആംഗിളും ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കേണ്ട കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിലേറ്റീവ് പോളാർ എന്നൊക്കെയുള്ള ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം നമുക്ക് വരച്ച് പോകാൻ പറ്റും. ഓക്കെ, മൂന്ന് രീതിയിൽ ലൈൻ വരയ്ക്കാം. ഒന്നിൽ ജസ്റ്റ് പോയിന്റ്സുകൾ കാണിച്ചു കൊടുത്ത് ക്ലിക്ക് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കിപ്പം ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക, എന്നിട്ട് എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ട ആ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്ത് വരച്ചാൽ നമ്മൾ മെൻഷൻ ചെയ്ത അത്രയും ഡിസ്റ്റൻസിൽ വരയ്ക്കാം. ഇനി അതല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസും ആംഗിളും ഒരുമിച്ച് കൊടുത്തിട്ട് ഇപ്പം ഈ പോളറിന്റെ കേസ് കാണിച്ചതിൻ്റെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ ദെൻ താങ്ക് യു.